തൃശൂരിൽ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനായി 4ാം ദിവസവും തെരച്ചിലാണ്. തമിഴ്നാട് കേന്ദ്രീകരിച്ചും തൃശൂർ നഗരപ്രദേശത്തും തെരച്ചിൽ തുടരുകയാണ്. തിങ്കളാഴ്ച രാത്രിയാണ് തൃശൂർ വിയൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുന്നതിനിടെ ബാലമുരുകൻ ചാടിപ്പോയത്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂരജ്, വെരി ഗുഡ് മോർണിംഗ്. ഓപ്പറേഷൻ ബാലമുരുകൻ 4ാം ദിവസം എന്താണ്? ക്രിസ്ത്യന, എന്തായാലും തമിഴ്നാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ വിയൂർ പോലീസ് അടക്കം നടത്തുന്നത്. വിയൂരിൽ നിന്നുള്ള പോലീസിന്റെ ഒരു സംഘം തമിഴ്നാട് ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് നിലവിൽ ഈ ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. ബാലമുരുകൻ അവിടെ എത്താൻ സാധ്യതയുള്ള ഇടങ്ങളിലാണ് ഇപ്പോൾ ഈ പരിശോധനകൾ നടക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ സഹായമുണ്ട്. അതോടൊപ്പം കേരള പോലീസിന്റെ സംഘവും ചേർന്നുകൊണ്ടാണ് ഈ തമിഴ്നാട്ടിൽ അന്വേഷണം നടത്തുന്നത്. സമാന്തരമായി തന്നെ തൃശ്ശൂരിലും ഈ പരിശോധനകൾ തുടരുന്നുണ്ട്. കാരണം അന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ബാലമുരുകൻ തൃശ്ശൂരിൽ തന്നെ ഒരു തുടരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ബൈക്ക് അടക്കം മോഷണം പോയി. സൈക്കിളിൽ ബാലമുരുകൻ സഞ്ചരിക്കുന്നതിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ തന്നെ ബാലമുരുകൻ ഉണ്ടോ എന്ന സംശയവും പോലീസിനുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂരിലെ വിവിധ ഇടങ്ങളിൽ കൂടി ഈ പോലീസിന്റെ പരിശോധനയുള്ളത്. 1 വർഷം മുമ്പും സമാനമായ രീതിയിൽ അന്ന് ബാലമുരുകൻ രക്ഷപ്പെട്ടിരുന്നു. അന്നും ഈ തേനി അടക്കം കേരളത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിലടക്കം അന്ന് പോലീസിന്റെ പരിശോധനയെല്ലാം നടത്തിയതാണ്. പിന്നീട് തമിഴ്നാട്ടിൽ നിന്ന് ബാലമുരുകൻ പിടിയിലാവുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ബാലമുരുകന് വേണ്ടിയുള്ള അന്വേഷണം അത് കേരളത്തിലും തമിഴ്നാട്ടിലും ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നു. ക്രിസ്ത്യന, അല്ല, ഈ 4 ദിവസം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരള പോലീസ് അന്വേഷിക്കുകയാണ്, തമിഴ്നാട് പോലീസ് അന്വേഷിക്കുകയാണ്. ഇയാൾ ആദ്യം രക്ഷപ്പെടുമ്പോൾ ഇയാൾക്ക് മുന്നിൽ കൃത്യം ഒരു സ്കൂട്ടർ ഫുൾ ടാങ്ക് പെട്രോളിൽ താക്കോലുമായിരിക്കുന്നു. 2ാം തവണ രക്ഷപ്പെടുമ്പോഴും അത്രയും പെട്രോളിലുകൾ കൂടിയും താക്കോലുമായി വേറൊരു സ്കൂട്ടർ അവിടെ ഇരിക്കുന്നു. അത് ഹെൽമെറ്റ് അടക്കം ഇരിക്കുന്നു. ഇയാൾ അവിടുന്ന് രക്ഷപ്പെടുന്നു. ഇത് അപ്രത്യക്ഷമാകാൻ പറ്റത്തില്ല, എവിടെയെങ്കിലും ഉണ്ടാവണ്ടേ? അങ്ങനെ മുങ്ങി എങ്ങനെ സൂരജ്? ഹാഷ്മി, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് പോലീസിന് വലിയ വീഴ്ച തന്നെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ഭക്ഷണം കഴിക്കുന്നത് ആലത്തൂരിലെ ഹോട്ടലിൽ നിന്നാണ്. അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാം, കൈവിലങ്ങ് അണിയിച്ചിട്ടില്ല. അതിനുശേഷം സ്വാഭാവികമായും കാറിൽ കയറ്റുമ്പോൾ നേരത്തെ രക്ഷപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയാണ്. ആ പ്രതിയെ കൈവിലങ്ങ് അണിയിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ അത് അണിയിച്ചിട്ടില്ല. അവിടെയാണ് കേരള പോലീസിനൊരു സംശയമുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒത്തുകളി ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയം പ്രകടമാകുന്നത്. അതോടൊപ്പം തന്നെ ഈ ജയിലിന് 50 മീറ്റർ അകലത്തെത്തുന്ന സമയത്ത് എന്തിനവിടെ ഈ വാഹനം നിർത്തി മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ചെയ്തു? 50 മീറ്റർ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ വിയൂർ ജയിലാണ്. ആ ജയിലിലേക്ക് കയറുന്നതിന് മുൻപ് ഈ പ്രതിയെ മൂത്രമൊഴിക്കാൻ വേണ്ടി ഇറക്കിയതിലും അസ്വാഭാവികതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തമിഴ്നാട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് കേരള പോലീസ് വിലയിരുത്തുന്നുണ്ട്. ഇവർക്ക് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇവർ ഒത്തുകളിച്ചോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ അറിയണമെങ്കിലും ബാലമുരുകൻ പിടിയിലാകേണ്ടതുണ്ട്. കഴിഞ്ഞ തവണയും ബാലമുരുകന് തുണയായത് ബൈക്കായിരുന്നു. ഇത്തവണയും അതുപോലെ തന്നെ ഒരു വീടിന് മുന്നിൽ മറന്നു വെച്ച താക്കോലാണ്. ആ താക്കോൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ബാലമുരുകൻ എന്തായാലും രക്ഷപ്പെട്ടിരിക്കുന്നത്. ആഷ്മി, ഓക്കെ, സൂരജാണ്. അന്യായ ഭാഗ്യം ബാലമുരുക, എവിടെ പോയി മുങ്ങിയാലും നമ്മൾ പൊക്കും. ഇനി മറുവശത്തോടെ തമിഴ്നാട് പോലീസ് തന്നെ വിളിച്ചു പറയുന്നുണ്ടോ, ബാലമുരുക എസ്കേപ്പ്, ഞങ്ങൾ ഈ വഴി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടോ അറിയില്ല. എന്ന് പറഞ്ഞാൽ ഈ ബാലമുരുകൻ കേവലം മോഷണം മാത്രമല്ല, എന്ന് പറഞ്ഞാൽ ഇയാൾ അക്രമകാരി കൂടിയാണ്. അത് കാരണം സൂക്ഷിക്കേണ്ട ഒരു ഐറ്റമാണ് ഈ ബാലമുരുകൻ. ഹാഷ്മി, സൂരജിനോട് എന്നാലും ഇങ്ങനെ രക്ഷപ്പെട്ടാൽ എങ്ങനെയാ സൂരജ് എന്നൊക്കെ ചോദിച്ചു. സൂരജ് ഞെട്ടിയിട്ട് ഞാനാണോ ബാലമുരുകൻ പറഞ്ഞു വിട്ടത്? അതെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.